ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിനെ ഓർത്തും സൂക്ഷിച്ചും ജീവിക്കണം എന്നുണർത്തുകയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ ഓരോരുത്തരുടെയും നിലനിൽപ്പിൻ്റെ പ്രധാനമായ ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെക്കുറിച്ച് വളരെ സുന്ദരമായും ശാസ്ത്രീയമായും വ്യക്തമായും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നു. അതിൽ പറയുന്നത് സമ്പത്ത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി തന്നതാണ് എന്നാണ്. ഈ സമ്പത്തിനെ കുറിച്ച് ഒരു സത്യവിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഒരു ചില്ലിക്കാശ് മുതൽ കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കണം. ഹലാലും ഹറാമും വ്യവച്ഛേദിച്ച് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. ലോകത്ത് മറ്റാർക്കും അങ്ങനെ ഒരു ചിന്തയില്ല, ഹലാല് ഹറാമ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യന് അനുഭവിക്കാൻ, ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഹലാലായ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു 7 വിഭാഗമേ ഉള്ളൂ. ആ 7 വിഭാഗത്തിൻ്റെ അപ്പുറത്തുള്ളത് നമ്മൾ സ്വീകരിക്കരുത്, അത് ഹറാമ് തന്നെ. അതിൽപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നത്. മറ്റൊരാളുടെ കയ്യിലെ സമ്പത്ത് നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ഹലാലായ മാർഗമായിരിക്കണം. അതിലൊരു മാർഗമാണ് കടം വാങ്ങുക എന്നുള്ളത്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. കടമായിട്ട് വാങ്ങിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നു. സത്യത്തിൽ കടം കൊടുക്കുക എന്നുള്ളത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ 1,00,000 രൂപ നോട്ടായിട്ട് കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ അത്ര അത്യാവശ്യമൊന്നുമില്ല, അതങ്ങനെ ശീലിച്ചിട്ടോ ബാഗിൽ വെച്ചിട്ടോ പെട്ടിയിൽ വെച്ചോ പോകും. നേരെ മറിച്ച് അപ്പുറത്തൊരാൾക്കതൊരു ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. അയാൾക്കത് കൊടുക്കുമ്പോഴാണ് കറൻസിയാണ്, അല്ലെങ്കിൽ അതൊരു വെള്ളക്കടലാസാന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളൊരാൾക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞൊരു സദക്കയുടെ കൂലിയുണ്ട് നിങ്ങൾക്ക് എന്ന് നബി പറഞ്ഞു. ഒരു സദക്ക ചെയ്ത കൂലിയാണ് ഒരാൾക്കൊരു കടം കൊടുത്താൽ. കടം കൊടുത്താൽ വാങ്ങിയവൻ അത് വീട്ടാൻ ശ്രമിക്കണം എന്ന് നബി പറഞ്ഞു. മനുഷ്യരുടെ പണം വീട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന് അവനെ സഹായിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല, വാങ്ങിയിട്ട് തൊലക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അള്ളാഹു അവനത് വീട്ടാൻ സഹായിക്കൂല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കടം വാങ്ങുക എന്നുള്ളത് അനുവദനീയമായ ഒരു വഴിയാണ്. പക്ഷേ കടം വീട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ഖുർആനിൻ്റെ 1/3 എന്ന് പറയുന്നത് തൗഹീദാണ്. നമുക്കറിയാം, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ 5 ആയത്തിലൂടെ തൗഹീദ് പറയാണ്. ഖുർആൻ്റെ മറ്റുള്ള വശങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ തൗഹീദുണ്ട്. പക്ഷേ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും നീളം കൂടിയ ആയത്ത്, മുസ്ഹഫിൽ ഒരു പേജ് മുഴുവൻ ഒരായത്തുണ്ട്, ഒറ്റ ആയത്ത്. ആയത്തുദ്ദൈൻ എന്നാണ് അതിന് പറയുക, കടം എഴുതി വെക്കണം എന്നാണ്. ആ ആയത്തിൽ പറയുന്നത് കടം എഴുതി വെക്കണം നിങ്ങൾ എന്ന്.
എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കടം എഴുതി വെക്കണം. ഇതാ തദായൻതും ബിദൈനിൻ ഫക്തുബു. വല്ല കടവും ഇടപാടും നടത്തുകയാണെങ്കിൽ എഴുതി വെക്കണം എന്നതാണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിൻ്റെ പ്രാധാന്യം ആലോചിച്ചു. പിന്നെ അത് ആരെഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യമൊക്കെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, വളരെ ഗൗരവതരമായ കാര്യമാണ് കടം എന്ന് പറയുന്നത്. നമ്മളതിനിപ്പോൾ ലോണ് എന്ന് പറഞ്ഞതോടുകൂടി അതിൻ്റെ വില തന്നെ പോയി. ബൈക്ക് ലോണ്, വീട് ലോണ്, ഫാക്ടറി ലോണ്, കട ലോണ്, എസ്റ്റേറ്റ് ലോണുമ്മലാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ്. ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ ബാങ്ക് നമ്മളടുത്ത് ഇങ്ങോട്ട് വരികയാണ്, നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട. ബാങ്കിലെ സെയിൽസ് ഓഫീസർമാരിങ്ങനെ വരും നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് ബൈക്ക് വേണ്ടേ, കാറ് വേണ്ടേ, പുതിയ ക്രൂസർ ഇറങ്ങിയിട്ടുണ്ട് അത് വേണ്ടേ, നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണ്ടേ, വീട് വേണ്ടേ, എസ്റ്റേറ്റ് വേണ്ടേ, എന്തെല്ലാം കാര്യം ഒക്കെ ഉള്ളൂ. ഈ ഒരു പേപ്പറിൽ ഇവിടെ ഒപ്പിട്ട് ഒപ്പിട്ടാൽ മതി, ആ കാർഡും തന്നാൽ മതി, നമുക്ക് അപ്പം പോയിട്ട് ബാങ്കിൽ നിന്ന് പൈസ വാങ്ങാം എന്ന് പറയുന്ന സിസ്റ്റമാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരൊക്കെ കിട്ടാവുന്നിടത്തൊക്കെ ലോണ് എറിഞ്ഞിട്ട് വാങ്ങി വെക്കും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഇരിക്കണം നമ്മളെല്ലാവരും ആലോചിക്കുക, എൻ്റെ സാമ്പത്തിക ഇടപാട് ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? തൽക്കാലം ഒരു ചുണ്ട് കടലാസിൽ എഴുതി കീശയിലെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്നും വേണ്ട. നമ്മളെ കെട്ടിയോളുണ്ടല്ലോ വീട്ടിൽ, പെരക്കാരത്തി, വീട്ടുകാരത്തി, ഓളോടെങ്കിലും ഒന്ന് പറയണ്ടേ, നോക്കടി നമുക്ക് ഇത്ര കടണ്ട്, ഇന്നയാളോട് വാങ്ങിയതാണ്, അല്ലെങ്കിൽ ഇന്ന കടണ്ടായിരുന്നു എന്ന് വീട്ടിയിട്ടോ എന്നൊന്ന് ഷെയർ ചെയ്യണ്ടേ? ഒന്നുമില്ല നമ്മളെ ഇടയിൽ. എന്നിട്ട് മരിച്ചിട്ട് മയ്യത്ത് ഇങ്ങനെ കൊടുന്നിച്ചിട്ട് പറയും, ഇയാൾ വലിയ ആളായിരുന്നു, ഇവിടുത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ട്, വ്യവസായിയായിരുന്നു, വ്യാപാരിയായിരുന്നു, കടം വല്ലതും ഉണ്ടെങ്കിൽ മകൻ വീരാൻകുട്ടി ഏറ്റുകണ് എന്ന് പറയും നമ്മൾ. അതുകൊണ്ട് മയ്യത്ത് കഴിച്ചിലാവില്ല, മരിച്ച ആളാ കടന്ന് കഴിച്ചിലാവില്ല. പിന്നെ എന്തിനാണ് പറയണത്? നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു അനുവാദത്തിന് വേണ്ടി മാത്രമാണ്. കാരണം കടൽ നാളെ കൊടുത്തപ്പോൾ നബി പറഞ്ഞു, ഞാൻ നീ മയ്യത്ത് നിസ്കരിക്കൂല, നിങ്ങൾ നിസ്കരിച്ചോളിയാണ്, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കൂല മയ്യത്തിന് നബി പറഞ്ഞു. വേറെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഒരാളെ ഏറ്റെടുത്തപ്പോൾ നബി നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു പെർമിഷനാണ് ഒരാൾ കടയേറ്റെടുക്കുക എന്നുള്ളത്. അല്ലാതെ മരിച്ച ആൾ കടത്തുനിന്ന് രക്ഷപ്പെടും എന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ട് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉപ്പ് മരിച്ചിട്ട് ഇത് കടയേറ്റെടുത്തില്ലേനോ? ആ ഏറ്റെടുത്തിരുന്നോ? അത് വീട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറയുന്നുണ്ട്, ഇന്നലെ 2 ദീനാറ് ബാക്കിയുണ്ടായിരുന്നു നബിയെ, അത് ഇന്നലെ വീട്ടിയത്. 2 ദീനാറും കൂടി ബാക്കിയുണ്ടായിരുന്നു, ഇന്നലെ വീട്ടിയത്. ഇന്നലെയാണ് എൻ്റെ വാപ്പ ഖബറിൻ്റെ വിഷമത്തിൽ കഴിച്ചിലായത് കേട്ടോ എന്നാണ് നബി പറഞ്ഞു. അപ്പോൾ ഇവിടെ ആലോചിക്കണം, ആരെങ്കിലും ഏറ്റെടുത്തുന്നുള്ളതുകൊണ്ട് കടത്തുനിന്ന് രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. കടം വീട്ടിയെങ്കിൽ തന്നെ വീഴൂ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരിച്ചതിന് ശേഷം മക്കൾക്ക് എടുത്തു നോക്കാൻ എവിടെയെങ്കിലും ഒരു കണക്ക് വേണ്ടേ? ഇപ്പം മരിച്ച്, അല്ലെങ്കിൽ കാക്ക മരിച്ച്, വല്യാപ്പ മരിച്ച്, എന്തൊക്കെയാണ് ഇയാളെ കടം? അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്നോടത്ത് പറയുന്നതിന് എന്താ? കടം വീട്ടണം, ആദ്യം വസിയത്തും കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ ഓരിയക്കണം. ആ ആയത്തിലൊക്കെ കടം പറയുന്നു. അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയെ കുറേ കടമുണ്ട്, വിഷമത്തിലാണ്, നമ്മളൊക്കെ ഇപ്പോൾ തൂങ്ങിച്ചകലാണ്, അല്ലെങ്കിൽ കുടുംബസമേതം ഒന്നായിട്ട് വെട്ടിക്കൊല്ലലാണ്, കടം തീരാനേ. ഈ ജീവിതം നശിപ്പിച്ചതിന് ശിക്ഷ വേറെ, കടം വീടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് വങ്കത്താണ് ആ ചെയ്യുന്നത്, പൊട്ടത്തരാണ് ആ ചെയ്യുന്നത്. അയാളോട് നബി പറഞ്ഞു, അനക്ക് ഉഹുദ് മലയോളം കടമുണ്ടെങ്കിലും അത് വീടാനുള്ളൊരു പ്രാർത്ഥന പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നബി പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇതിൽ കടം നിറഞ്ഞൊരു വാക്കില്ല കേട്ടോ. കടം, ദൈന്, ഖർള് എന്ന് പറഞ്ഞൊരു സാധനം ഇതിലില്ല. ആ പ്രാർത്ഥന നമ്മളെ നമ്മളാക്കി നന്നാക്കാനും കൂടിയുള്ളതാണ്. അല്ലാഹുമ്മ ക്ഫിനി, അല്ലാഹുവേ നീ എന്നെ കാക്കണം, ബിഹലാലിക, നിന്റെ ഹലാല് തന്നിട്ട് കാക്കണം, അൻ ഹറാമിക, ഹറാമുക്ക് പോകാതെ നിന്റെ ഹലാല് കൊണ്ട് നീ എന്നെ കാക്കണം, വാഗ്നിനി,
നീ എന്നെ സമ്പന്നനാക്കണം, ധന്യനാക്കണം, ബിഫളിക, നിന്റെ അനുഗ്രഹം കൊണ്ട്, അമ്മൻ സിവാക്ക, നീ അല്ലാത്തൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ പടച്ചോനെ ഗതി ഉണ്ടാക്കരുതേ. നമുക്കറിയാലോ, നമ്മളെ പള്ളികളിലൊക്കെ മനുഷ്യന്മാർ വരാറുണ്ട്, മക്കളെ കെട്ടിച്ചിട്ട് രോഗത്തിന് ചികിത്സിച്ചിട്ട് കടം കുടുങ്ങിയതാണ്, അയാളെ സഹായിക്കണം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്ത് ചെയ്യും, കടം വീടാൻ, അത് വീടണം, അതിന് വേണ്ടിയിട്ട് ഹലാലും ഹറാമും നോക്കാതെ ഉണ്ടാക്കാൻ നോക്കും. പിന്നെ അതൊന്നുമില്ലാതെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബിയോട് ചോദിക്കുക, പ്രവാചകരെ, എപ്പോഴും ഉത്തരം കിട്ടുന്ന, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ജൗഫില്ലേ, രാത്രിയുടെ അന്ത്യയാമങ്ങൾ. പിന്നെ വഫീ ദുബുരി കുല്ലി സലാ, എല്ലാ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ നിന്നാട്ടോ, സലാം വേണ്ടിയിട്ടല്ല, എല്ലാ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ മസീഹുദ് ദജ്ജാലിന് പ്രാർത്ഥന കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് നബി പറഞ്ഞത്. അതാണ് നബി പറഞ്ഞത്, ആ നേരത്ത് നിങ്ങൾ ഖൈറൈ ദുനിയ വൽ ആഖിറ ചോദിക്കുക, ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ഖൈർ ചോദിക്കാനുള്ള ഉത്തരം കിട്ടുന്ന സമയം അപ്പോഴാണ്. സലാം വീട്ടിൻ്റെ ശേഷം അല്ലാതെ പ്രത്യേകം മനസ്സിലാക്കി. ആ നേരത്ത് പ്രാർത്ഥിക്കാൻ നബി 5 വക്തും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. 5 വക്തും സലാം വീട്ടുന്നതിന് മുമ്പ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നിൽ ശരണം തേടുകയാണ്, മിനൽ മഅ്സമി, പാപം ചെയ്ത് തെറ്റ് ചെയ്യുന്നതിൽ, വൽ മഗ്റമി, കടം. ഇത് രണ്ടും കൂട്ടിയാണ് എല്ലായിടത്തും നബി പറഞ്ഞത്. തെറ്റും കടവും ഒരുമിച്ചാണ് നബി പറഞ്ഞത്. കടമുണ്ടോ, അത് വീട്ടാൻ മനുഷ്യൻ തെറ്റ് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഹറാമ് സമ്പാദിച്ചിട്ട് വീട്ടേണ്ടി വരും. അതുകൊണ്ടാണ് നബിയുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റമി എന്ന് നബി പ്രാർത്ഥിച്ചത്. 5 വക്തും നബി പ്രാർത്ഥിച്ചാണ് സലാം വീട്ടുന്നില്ല. അപ്പം അത്ര ഗൗരവതരമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഷഹീദായി, ഒരാൾ രക്തസാക്ഷിയാകുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അയാൾക്കെല്ലാം പൊറുക്കപ്പെടും. അയാൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം അയാൾക്ക് കിട്ടുന്ന ആ സ്വീകരണം, അത് കാണുമ്പോൾ ആ മനുഷ്യൻ കൊതിച്ചു പോകും, പടച്ചോനെ ഒന്നും കൂടി ദുനിയാവിക്ക് പോയി ഒന്നുകൂടി ഷഹീദായി വന്നാലോ, അത്ര വലിയ സ്വീകരണമാണ് കിട്ടുക എന്നാണ്. ഒന്നും കൂടി പോയി ഷഹീദായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചു പോകും മനുഷ്യനെന്ന്. അതാണ് ഷഹീദിൻ്റെ കൂലിയെക്കുറിച്ച് നബി പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദിന് എല്ലാ പാപം പുറത്തു കൊടുക്കും, ഓൻ്റെ എല്ലാ പാപം പൊറുക്കും, ഇല്ലദ്ദൈന, കടമൊഴികെ. ഷഹീദിന് പോലും അള്ളാഹ് കടം പുറത്തു കൊടുക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചില്ലറ കാര്യമല്ല. എന്ത് ചെറുതും വലുതുമാണെങ്കിൽ എഴുതി വെക്കുകയും എപ്പോഴും അത് വീട്ടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക. അത് മക്കളൊക്കെ ഏറ്റെടുത്തോളും എന്ന് വിചാരിച്ച് ചെയ്യരുത്. മക്കൾ ഏറ്റെടുത്താലും ചെയ്യേണ്ടത് അയാളെ സ്വത്തിൽ നിന്ന് ആദ്യം കടം വീട്ടിയിട്ടാണ് സ്വത്ത് ഒരി വെക്കേണ്ടത്. ഇത് നമുക്ക് നഷ്ടപ്പെടാന്ന് അറിഞ്ഞിട്ട് പാത്തു വെക്കാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇതൊരു ചെറിയ കാര്യമല്ല, അത് ലോണാണ് അല്ലെങ്കിൽ അത് കടമാണ് എന്ന് പറയുന്നത് വളരെ ചെറിയതാണെങ്കിലും ഏറ്റവും വലുതാണെങ്കിലും വളരെ ഗൗരവതരമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ സാമ്പത്തിക രംഗം. വളരെ വിശാലമായിട്ട് പറയേണ്ടതാണ്. ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ ഓർമ്മയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കുക, നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് വീട്ടിയിരിക്കണം, അത് നമ്മൾ എഴുതി വെക്കണം. അതൊക്കെ നമ്മുടേതായ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ഷഹീദിന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ ഈ ബാധ്യതകൾ നമ്മൾ നല്ലവണ്ണം മനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എഴുതി വെക്കണം എന്നുള്ള, കടം വീട്ടാൻ ശ്രമിക്കണം എന്നുള്ള കാര്യം. അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ, അത് വീട്ടാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും അള്ളാഹു അവൻ്റെ മഹലായ ഫضل കൊണ്ട് നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
അവസാനം മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.